അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. സാൾട്ട് മാംഗോ ട്രീയിലെ വർക്കിച്ചനും എത്തുകയാണ് കുട്ടിക്കലവറയിലെ കുട്ടി കൂട്ടുകാരുടെ ഇടയിലേക്ക്. അവൻ പറയുവാണ്, ഇല്ല നിന്നെ കണ്ടിട്ട് ഇംഗ്ലീഷുകാരനെ പോലെ ഉണ്ടെന്ന്. തൊട്ട് ചിന്നുവ ഫുഡ് കഴിക്കണ്ടേ? കനവിൽ കനവിൽ പറന്നുയരാൻ മിണ്ടാതെ മിണ്ടാതെ കുസൃതികളെ. മഴവിൽ ചിറകിൽ പറന്നുയരൂ, എങ്ങാനും കണ്ടു നീ പുന്നാര തത്തമ്മേ. ഫ്രൈഡ് ചീസ് ബോൾ വിത്ത് സ്ട്രോബെറി ജാമാണ് ഇന്നത്തെ കുട്ടി പാചകത്തിൽ. ഇന്നത്തെ ടാസ്ക് ഫ്രൈഡ് ചീസ് ബോൾ വിത്ത് സ്ട്രോബെറി ജാമാണ്. Inky Pinky Bonky, father had a donkey. donkey. Move, we groove, we sway, we swing, we grind, we ting, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയുന്ന പോലെ ആയിരുന്നു ഫാഷൻ സ്റ്റോറിലെത്തിയ റീനയുടെ അവസ്ഥ. ഇതൊക്കെ സ്റ്റൈലാണ് ഷൂ. ഒന്നും വാങ്ങിച്ചും കൊടുത്തില്ല, വെള്ളം പോലും കൊടുക്കാതെ നിർത്തിയിട്ട് ഡ്രസ്സ് എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇറങ്ങി എങ്ങനെയുണ്ട്. അറിയില്ലേ വവേമ അതിനൊന്നും ഉൾപ്പെടുത്ത്. ഇപ്പോൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണേ. ശരിക്കുമുള്ള പടം തുടങ്ങാൻ പോണേയുള്ളൂ. കണ്ണെടുക്കാതെ കണ്ടോളൂ. നമസ്കാരം. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒട്ടും സമയം കളയുന്നില്ല. പതിവ് പോലെ ഞങ്ങളുടെ സ്വന്തം അജേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അജേട്ടാ സ്വാഗതം. ചേട്ടാ, ഓരോ ദിവസവും ചേട്ടൻ ഇങ്ങനെ വ്യത്യസ്തതകൾ കാണിച്ച് സ്പൈക്കൊക്കെ അടിച്ചിരിക്കുന്നു. അല്ല, മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മുടെ അഭിനന്ദ് കയറി വന്നത്. ആഹാ, മുടിയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ വന്നത്. അന്നേരം ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഇരിക്കുന്നു. എന്നാ ശരി, അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ച്. എങ്ങനെയുണ്ട്, രസമുണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. നല്ല രസമല്ലേ ഇന്ന് ചേട്ടനെ കാണാൻ? മുടിയൊക്കെ കാണാൻ നല്ല രസല്ലേ? അളിയ ഇത് കഴിഞ്ഞ് ചെലവുണ്ട്. പണി തന്നതാ. എന്തായാലും ഇന്ന് വളരെയധികം സന്തോഷം തോന്നി. മമ്മൂട്ടിയാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പൊ ഞാൻ പതിവ് പോലെ എന്റെ മെന്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. മെന്റേഴ്സ്, വെൽക്കം. കുഞ്ഞുങ്ങളെ, നമുക്ക് തുടങ്ങാം. അച്ഛൻ ചേച്ചി അമ്മ മതിയില്ലോ, അങ്ങനെ കൂട്ടിച്ചല്ലോ. സന്തോഷായില്ലേ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കണ്ടല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കൂടെ? അതായത് എന്നെ മമ്മൂട്ടി എന്ന് പറഞ്ഞ് പുള്ളി സമാധാനിപ്പിച്ചു, പ്രേമിയെ സമാധാനിപ്പിച്ചു. കാരണം മമ്മൂട്ടിയെ പോലുള്ള ഒരാളെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഇപ്പൊ വേണമെങ്കിൽ അല്ല വേറെ ആൾക്കാർ കൊണ്ടുപോകും. അല്ലേ മോനെ? ആണോ? അയ്യോ, ചേട്ടൻ അച്ഛനായി ചേച്ചി അമ്മയായി കൂട്ടി ചേർക്കാവല്ലോണോ ഞാൻ. ഇപ്പൊ നിനക്ക് വ്യക്തമാക്കി തന്നില്ലേ ഏതാ സംഭവം?
കാരണം കുറെ എപ്പിസോഡായിട്ട് അവിടെ വന്ന് നിന്നിട്ട് അജേട്ടാ സുന്ദരനായിരിക്കുന്നു മറ്റാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞല്ലോ. ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരുന്ന് മര്യാദയ്ക്ക്, അതായത് അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ കണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തായാലും ഇന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോ എന്റെ കൂടെ അഭിനന്ദൂടെ വരണം കേട്ടോ. അല്ല ചേട്ടനെയും കൊണ്ട് ഞാൻ പോവും. കാരണം ആ കൊച്ചു കുഞ്ഞു വരെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എന്നെ വൈഫ് വീട്ടിൽ കയറ്റാതെ വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. നിങ്ങൾ എന്താണ് ആ കൊച്ചു കാണിച്ച എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ അങ്ങനത്തെ എക്സ്പ്രഷൻ ഒന്നും ഇതുവരെ നീ കൂടെ എൻ്റെ കൂടെ വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആ വരാന്ന്. ആ ശരി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എന്തായാലും പ്രേമിക്ക് സന്തോഷായല്ലോ. സന്തോഷായി. മമ്മൂട്ടിയെ ജീവിതത്തിലേക്ക് കിട്ടിയില്ലേ? ഓ പിന്നെ അപ്പൊ നമുക്ക് ആരാണ് ആദ്യം വിളിക്കുന്നത്? എന്തായാലും പൂക്കളെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ കുട്ടികള്, നിങ്ങൾക്ക് ഒരു കുഞ്ഞു പൂവിനെ ഞാൻ തന്നാലോ? നല്ലതല്ലേ? വേണം. അപ്പോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മളെ ഒരുപാട് കൊതിപ്പിച്ച, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു പൂവ് നമ്മളുടെ ഇടയിലേക്ക് ഇന്ന് വരാൻ പോവാണ് വിശിഷ്ട അതിഥിയായിട്ട്. നമ്മളേവരെയും കൗതുകത്തോടെ ബിഗ് സ്ക്രീനിൽ കൊതിപ്പിച്ച ഒരു കള്ളസുന്ദരൻ. സാൾട്ട് മാംഗോ ട്രീ എന്ന ചലച്ചിത്രത്തിലൂടെ നമ്മുടെ ഏവരുടെയും ഹൃദയം കവർന്ന ഒരു കുഞ്ഞു മിടുക്കൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വർക്കിച്ചൻ. വർക്കിച്ചൻ വരൂ. ഹായ്, വെൽക്കം ടു ടോമാൻസ് കുട്ടിക്കലവറ. താങ്ക് യു. ഹലോ വർക്കിച്ചൻ. ഹായ്. ഹായ്. ബിഗ് ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുട്ടിക്കലവറ വന്നിട്ട് സന്തോഷായോ? സന്തോഷമായി. ഇവിടെ ആരെയൊക്കെ പരിചയപ്പെട്ടു? ആരാ? കുഞ്ഞുനെ പരിചയപ്പെട്ടു. ഇഷ്ടായോ കുഞ്ഞുനെ? എന്തു പറഞ്ഞു കുഞ്ഞു? ഞാൻ മദമ്മയാണെന്ന് പറഞ്ഞത്. വർക്കിച്ച മദാമയാണെന്ന് പറഞ്ഞു. വെളുത്തിരിക്കുവല്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ മദാമയാ? അല്ല അതിനില്ലേ അല്ല നിന്നെ കണ്ടിട്ട് ഇംഗ്ലീഷ്കാരനെ പോലെ ഉണ്ടെന്ന്. മോനു, വർക്കിച്ചിന് വേറെ പേരുണ്ടോ? എന്താണ്? ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ. ശരിക്കുള്ള പേര്. വർക്കിച്ചെന്ന് വീട്ടിൽ വിളിക്കാണോ? ആ നല്ല പേര്. അത് എനിക്കിഷ്ടം വർക്കിച്ചെന്ന് നല്ലതാ. നല്ല സോ സ്വീറ്റ്. വർക്കിച്ചെന്ന് വിളിക്കുന്ന നല്ല രസമുണ്ട്. ആരുടെ കൂടെ അഭിനയിച്ചത്? ബിജു മേനോൻ. ബിജു മേനോൻ അങ്കിളുടെ മോനായിട്ടാണ് അഭിനയിച്ചത് അല്ലേ? ഇഷ്ടായോ? അല്ല ഫസ്റ്റ് കൊച്ചു പറഞ്ഞ ഡയലോഗ് ഏതായിരുന്നു ഒന്ന് പറഞ്ഞേ സിനിമയില്? ഒരു പ്രാവിന്റെ ആ പ്രാവിന്റെ ഡയലോഗാ പറഞ്ഞേ. എന്ത് ഡയലോഗാ? അതൊന്ന് പറഞ്ഞേ. എങ്ങനെ പറഞ്ഞേന്ന് കേക്കട്ടെ. തൊട്ട് ചിന്നുവ ഫുഡ് കഴിക്കണ്ടേ? അങ്ങനെ വിളിച്ചൂല്ലേ പ്രാവിനെ? അതായിരുന്നു കൊച്ചിന്റെ ഫസ്റ്റ് ഡയലോഗ്. സ്കൂളിലെ ഹീറോ ആണോ? കുട്ടികളൊക്കെ ചോദിക്കുവോ അഭിനയിച്ചിട്ടൊക്കെ പോയപ്പോ അവരെന്താ പറഞ്ഞത്? കുറച്ചു പേരൊക്കെ പയ്യന്റെ സിനിമ കണ്ടിട്ട് സൂപ്പറാന്ന് പറഞ്ഞത്. ആണോ? അയ്യോ ഒന്ന് കൈയടിച്ചേ. വർക്കിച്ചിന് കുക്കിംഗ് അറിയാവോ? വീട്ടില് കുക്ക് ചെയ്യോ? കുക്കിങ്ങിന് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കുക്കിംഗ്. സോൾട്ട് മാംഗോ ട്രീയിൽ അഭിനയിച്ചപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ? ഡാൻസ് ആയിരുന്നോ, പാട്ട് സീക്വൻസ് ചെയ്തപ്പോഴായിരുന്നോ, അതോ ഡയലോഗ് പറഞ്ഞപ്പോഴാണോ? അവിടെ അതിലുണ്ടായ തമാശകൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? പാട്ട് സീനാണ്. ഏത് പാട്ടായിരുന്നു? ഒന്ന് പാടിക്കൊന്ന് കേക്കട്ടെ. കനവിൽ കനവിൽ പറന്നുയരാ മിണ്ടാതെ മിണ്ടാ കുസൃതികൾ ആരും കാണാതെ ആരും കേൾക്കാതെ ഒന്നും ചൊല്ലാതെ നീയും പോരാ. കനവിൽ കനവിൽ പറന്നുയരാൻ മിണ്ടാതെ മിണ്ടാതെ കുസൃതികളെ മഴവിൽ ചിറകിൽ പറന്നുയരൂ. എങ്ങാനും കണ്ടോ നീ പുന്നാര തത്തമ്മേ? അങ്ങേതോ മണിമാല മേലെ പുതിയ കതിരു തെളിഞ്ഞു. ഇന്നുള്ളിൽ പടരുകയാണ് മഞ്ചാടി ചേലുള്ള ഈ ധനക്ക് ധിമിതാനേ ആടുമൊരു മന. ഞാനും ഇതിലൊന്നായി ചേരും നാളല്ലേ ആരും കാണാതെ ആരും കേൾക്കാതെ ഒന്നും ചൊല്ലാതെ നീയും പോരാമോ? ആരും കാണാതെ ആരും കേൾക്കാതെ ഒന്നും ചൊല്ലാതെ
വർക്കിച്ചൻകി. വർക്കിച്ച, ഈ സോൾട്ട് മാംഗോ ട്രീയുടെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഇത്തിരി പുറകോട്ട, അതുകൊണ്ടാ. ഉപ്പുമാവ്. വെരി ഗുഡ്. കോഴി ഇഷ്ടമാണോ? കോഴി അറിയോ? കോഴിയിൽ പൂവൻകോഴിയാണ് കൂവുന്നത്. അതുപോലെ കുയില് ആൺകുയിലാണ് പാട്ടൊക്കെ പാടുന്നത്. അതുപോലെ മയിലില് പീലിയുള്ളത് ആൺമയിലിനാണ്. പക്ഷേ മനുഷ്യരിൽ മാത്രം സുന്ദരി പെണ്ണുങ്ങളാണ്. അതെന്താ അങ്ങനെ സംഭവിച്ചേ? പെൺപിള്ളേരാകുമ്പോ ചില പെൺപിള്ളേർക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല, ചില ആൺപിള്ളേർക്കും ഭംഗിയൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയില്ല. പെൺപിള്ളേർക്ക് അത് ജന്മനുള്ള ഭംഗി, അത് നമുക്ക് നിർത്താൻ പറ്റില്ല, അത് ഈശ്വരൻ കൊടുത്തതാ. നമുക്ക് പ്രശസ്ത സൗന്ദര്യ നിരീക്ഷകനും സൗന്ദര്യ ആരാധകനും ആയിട്ടുള്ള അൽസാബിത്തിലേക്ക് മൈക്ക് കൊടുക്കാം. അതായത് മനുഷ്യരിൽ മാത്രം പെണ്ണുങ്ങൾ കാണിക്കണ ആകർഷണം കൂടുതല്. പെണ്ണുങ്ങൾ സുന്ദരിയാണെങ്കിലല്ലേ ആണുങ്ങള് പെണ്ണുങ്ങളുടെ ഭംഗി നോക്കിയും കെട്ടും, മനസ്സ് ഭംഗി നോക്കിയും കെട്ടും. മനസ്സ് ദുഷ്ടത്തരവും ഭംഗി പുറത്തുവാണെങ്കിൽ മനസ്സ് നന്നായിട്ട് നടിക്കും, അഭിനയിച്ചിട്ട് കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഭർത്താവിനെ കൊല്ലാക്കൊലി ചെയ്യും. പ്രേമിച്ചെനിക്ക് കേക്ക് കേട്ടോ, കാര്യങ്ങൾ കേക്ക്. ഈ വാക്യത്തിന് എങ്ങനെ ഇത്രയും വിളപ്പ് കിട്ടിയത്? എന്താ? ഇങ്ങോട്ട് വാ പറയാം. എന്താ? ഇല്ലേ എന്താ? എന്താ അതെ, നൊണക്കുഴി അല്ലേ? ആ, നൊണക്കുഴി ഉള്ളത് കൊണ്ടാണെന്ന്. ദേ ഇവിടെ കുഴി കണ്ടോ? അതെ ഇവിടെ ചിരിച്ചേ, കണ്ടോ കുഴി കണ്ടോ? ഇവിടെയും ഇവിടെയും. ആ, 2 എണ്ണം ഉണ്ട്. മൂന്നാമത്തെ എവിടെ? സിനിമ റിലീസ് ചെയ്തപ്പോ ആരാധികമാരൊക്കെ ഉണ്ടായോ? ഗേൾ ഫ്രണ്ട്സ് ഒക്കെ വന്നോ? ചിരി നോക്ക്, ചിരി. കുറച്ചു പേര് വന്നോ? ഇനി ഏത് സിനിമയിലാ ഇനി അഭിനയിക്കാൻ പോകുന്നേ? അടുത്തത് നെക്സ്റ്റ് മൂവി പൃഥ്വിരാജിന്റെ മൂവിയിലോ? അത് കഴിഞ്ഞിട്ട് ബിജുമാവിന്റെ കൂടെ ഉള്ള സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. കുട്ടിക്കലവറയിൽ വന്നിട്ട് ഇഷ്ടായോ? ഇഷ്ടായി. ഇനി വിളിച്ചാ വരുവോ? വരും. ഓടി വരുവോ? ഓടി വരും. എന്നിപ്പോ ഓടി അവിടെ പോയിരുന്നാലോ? എന്നാ ഓടി അവിടെ പോയിരുന്നു. കുഞ്ഞുവേ എന്നെ ഒന്നും ചെയ്യല്ലേ. പ്രേമി, നമ്മുടെ ഗസ്റ്റ് വന്നു. പക്ഷേ നമ്മൾ സാധാരണ ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, അവർ സംസാരിക്കുന്നതും ഒക്കെ. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവർക്കൊക്കെ ഈ ഫ്ലോറും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സുപരിചിതരാണ് ഭയങ്കരമായിട്ട്. പക്ഷേ വർക്കിച്ചൻ വന്ന് എത്ര പെട്ടെന്നാണ് നമ്മളോട് ഇതിനോട് വന്ന് ചേർന്നത്. അതൊരു വലിയ കാര്യം. ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ്. വന്ന് അടുത്ത സെക്കൻഡിൽ തന്നെ ട്രാക്കിലായി എന്നുള്ളതാണ്. ഈ കൂട്ടുകാർ പറയുന്ന പോലെ തന്നെ അല്ലേ, അതിൽ കൂടുതൽ കൃത്യതയോടുകൂടിയും വ്യക്തമായിട്ടും സ്പോർട്ടീവായിട്ട് എല്ലാ ആൻസറും പറഞ്ഞു. നമ്മുടെ വർക്കിച്ചന് നല്ലൊരു ക്ലാപ്പ് എല്ലാവരും. വർക്കിച്ചൻ വന്നതോടുകൂടി കുട്ടിക്കലവറയിൽ ഒരു പ്രത്യേക സന്തോഷം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ മെന്റേഴ്സും നമ്മുടെ കുട്ടികളും എല്ലാവരും ഹാപ്പിയാണ്. അതിലുപരി ഞാനും നമ്മളുടെ അജയേട്ടനും ഹാപ്പിയാണ്. ഈ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. വീഡിയോ കോളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. എന്തോരം ഡ്രസ്സാണ് കിടക്കണം നോക്കി. നിങ്ങൾ അതൊന്നും അല്ല ഇപ്പൊ നോക്കണം. ഞാനൊരു ടോപ്പ് നോക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരും. എന്റെ മക്കളെ, ഞാനൊരു ടോപ്പ് എടുത്തോട്ടെ. ആ ടോപ്പ് നോക്കി. എനിക്ക് മീഡിയം മതി. നീ അപ്പുറത്ത് മീഡിയം ഉണ്ടാ നോക്കി. ഇതൊക്കെ ഞാൻ നിന്റെയൊക്കെ കൂടെ വന്നാലുണ്ടല്ലോ, നിന്നെ ഒന്നും ആരും നോക്കൂല. എന്നെ നോക്കാൻ പോണ്. ഇത് ഇഷ്ടപ്പെട്ടല്ലേ? ഇത് മതിയാ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഹാഡ് എ ഡോങ്കി ഇങ്കി പിങ്കി പോങ്കി. ആ, ഇതാണ് കിട്ടിയത്. ഓക്കെ, പക്ഷെ ടേപ്പ് വെച്ച് അളന്ന് നോക്കണ്ടേ? അയ്യോ, കുഴപ്പമില്ല. 90 എന്താണ്? മീഡിയം മതി കേട്ടാ.
ഒരു മിനിറ്റ്. ഇപ്പൊ ഞങ്ങൾക്ക് എത്ര നേരം ഞങ്ങളവിടെ ചുറ്റി നടന്നറിയോ? ഞങ്ങൾ കാല് വേനെടുത്ത് വയ്യ, ദാഹിച്ചിട്ട് പച്ചവെള്ളം മേടിച്ചതില്ല, അറിയോ? അൽസാബത്തിനെ പരിചയമുണ്ട്. അൽസാബത്തിനെ അറിയോ? ആണോ? കേട്ടോ അൽസാബത്ത് ആണോ? ഞങ്ങളുടെ പരിപാടി സ്ഥിരമായിട്ട് കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട്? നല്ലുണ്ട്. ഓക്കെ, ഞാൻ ഈ എടുത്തതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, പാകമാണോ അല്ലേ എന്നൊക്കെ അറിയണമല്ലോ. As we move, we groove. We sway, we swing. We grind, we ting. ഇത് എത്ര സമയമായി മനുഷ്യനെ കഷ്ടപ്പെടുത്താണ്ട് മര്യാദക്ക് ഇറങ്ങണോ? ഇത് നോക്കട്ടെ, സ്ലീവൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റൈലായിട്ടുണ്ടോ? ഇതൊക്കെ സ്റ്റൈലാണ്. ഷൂ അയ്യോ വേണ്ട വേണ്ട. റീന ബഷീർ, വെൽക്കം. ഒരിക്കൽ കൂടി ലുലുവില് ഒരു സ്ത്രീ ശബ്ദം മുഴങ്ങി കേട്ടു. എന്താണ്? ലുലുവിൽ സ്ത്രീകൾ പോവാറില്ലേ? പക്ഷെ എന്നായാലും അത്യാവശ്യം റീന വരുമ്പോ അവിടെയുള്ള എല്ലാരും ഒന്ന് അറിയുന്ന പറയുന്നത്. എല്ലാവരും, ഞാൻ ആ ഫ്രെയിമിൽ നോക്കിയപ്പോ ഇല്ല പ്രേമി, ഫുൾ ആൾക്കാർ റീന നോക്കുന്നുണ്ടായിരുന്നു. കൊറേ ആളുകൾ നമ്മൾ ലുലു ചെന്നപ്പോ ഒത്തിരി ആളുകൾ നമ്മുടെ കുട്ടിക്കലവറ കാണുന്നുണ്ട്. അതിലെ കുട്ടികളും ഒക്കെ എല്ലാവരുടെയും വർത്താനവും ഒക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോ നമ്മളെ കണ്ടപ്പോ പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യായിരുന്നു. അയ്യോ ദേ അൽസാബത്ത്, ആൻറ്റോ, നിങ്ങൾ പൂളില് നല്ല അടിച്ചു പൊളിച്ചു ഒക്കെ അവരിങ്ങോട്ട് പറയുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമായി. കാരണം ഇത്രയും അധികം ആളുകൾ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് ലുലു പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നൊരു വേദിയിൽ സ്ഥലത്തൊക്കെ വെച്ചിട്ട് ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരിടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറണം? ശരിക്കും മറ്റേ മെന്റർമാരെല്ലാം ലുലുവിലൊക്കെ പോകുമ്പോ അന്നേരം തോന്നിയോ? ഇവര് എപ്പോഴും പറയും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ജീൻസ് ഒക്കെ ഇടായിരുന്നു. ഞാൻ സൽവാറൊക്കെ ഇട്ടാണ്, ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് പോയത്. അപ്പോൾ ജീൻസ് ഒന്നും ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി വിഷമായിരുന്നു. അപ്പൊ ഇച്ചിരി കൈകീറിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോ ഭയങ്കര ഇഷ്ടമായി, സ്റ്റൈലായി. അപ്പൊ ഇവർക്ക് ഭാഗ്യ കൈകീറിയതല്ലേ ഇട്ടുള്ളൂ. എന്നിട്ട് എന്നിട്ട് ഞങ്ങള് അടിച്ചു പൊളിച്ചു അല്ലേ ആന്റോ അൽസാബത്ത്? അല്ല, ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് പറയണ്ട, തനിയെ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ അടിച്ചു വിളിച്ചത് ഞാൻ കണ്ടതാണ്. ഷെറീന, ഈ ഇവരെയും കൊണ്ട് പോയിട്ട് ഒരു സാധനം പോലും അവർക്ക് വാങ്ങിക്കൊടുക്കാതെ പർച്ചേസ് ചെയ്തത് ഭയങ്കര മോശമായി പോയി. ഇല്ലില്ല, ആദ്യം അവർക്ക് സാധനങ്ങൾ പക്ഷെ പറഞ്ഞല്ലോ പച്ചവെള്ളം പോലും വാങ്ങി തരാതെ ഞങ്ങളുടെ കാലൊക്കെ നിന്ന് കഴിച്ചു. ആന്റി ഈ ഡ്രസ്സ് നോക്കി നടക്കുമായിരുന്നു എന്ന് അത് ചേച്ചി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഇല്ലില്ല തോന്നി ശരിക്കും. ഇല്ലില്ല, അൽസാബത്തെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, ഫുഡൊക്കെ കഴിച്ചില്ലേ? അതെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സത്യത്തില് നമ്മള് ടോപ്പൊക്കെ കണ്ടപ്പോ നമ്മൾ ഇങ്ങോട്ട് മറന്നുപോയി അല്ലേ? പ്രത്യേകിച്ച് ഈ ലുലു പോലത്തെ സ്ഥലത്തൊക്കെ ചെന്നിറങ്ങിയാലില്ലേ, രാവിലെ തൊട്ട് രാത്രി അല്ലേ, എനിക്ക് എന്താണെന്നറിയില്ല, സമയം പോണത് അറിയേയില്ല. അതെന്താണെന്നറിയോ? സ്വന്തമായിട്ട് സാധനങ്ങൾ മാത്രം മേടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാ. പിള്ളേർക്കും എല്ലാം മേടിച്ചു കൊടുത്തോണ്ടിരിക്കുവാണെങ്കിൽ പൈസ പോകുന്ന അറിയുമ്പോഴത്തേക്ക് സമയം പോകുന്നത് അത് നമ്മൾ അറിയും. സെലക്ഷൻ ഒക്കെ കണ്ടായിരുന്നു. ഈ ഇഷ്ടം പോലെ സാധനം എന്തായിരുന്നു? അതെന്താ? എന്തോ നമ്മളവിടെ വെച്ച് ഇനിയും കാണണ്ടേ? പിങ്കി പോങ്കിയുടെ കാര്യം ഇവിടെ പറയണ്ട. അല്ല, ഞാൻ പറഞ്ഞില്ല. ഇവർക്കൊക്കെ അറിയായിരിക്കും. ഒന്ന് പറഞ്ഞ ഞങ്ങളുടെ കുട്ടി പെട്ടെന്ന് അതില് കണ്ടിട്ട് പിടിയിട്ടില്ല. അതെന്താ ഉദ്ദേശിച്ചേ? എന്താ പിങ്കി പിങ്കി? അല്ല, പെട്ടെന്ന് ഇപ്പൊ നമുക്ക് 2 സാധനം 3 സാധനം ഒക്കെ വെച്ച് കഴിയുമ്പോ കൺഫ്യൂഷൻ ആവുമല്ലോ, ഏതെടുക്കണം. പ്രത്യേകിച്ച് അൽസും പറയണു ആന്റോം പറയണു അതെടുക്കുക ഇതെടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ചൂസ് ചെയ്യാം. ഇങ്കി പിങ്കി പോങ്കി പറഞ്ഞു ഇവിടെ ഒന്ന് ചൂസ് ചെയ്തേ. ചൂസ് ചെയ്. Inky Pinky Bonky, father had a donkey. Donkey. Donkey എവിടെയാ വന്നത്? Donkey. Donkey അവിടെയല്ലേ വന്നേ ചേട്ടാ? Donkey ഇവിടെ വന്ന്. കണ്ട അതെ. പ്രേമിയുടെ അടുത്താന്ന്. അതെ, എന്നാന്നറിയോ ഇപ്പൊ സംഭവിച്ചെന്താന്നറിയോ? സാധാരണ നമ്മുടെ പോലീസ് വെടിവെക്കും ആകാശത്തേക്ക്. പോലീസ് വെടിവെക്കുവല്ലേ ആകാശത്തേക്ക്. അത് ആകാശത്ത് പോയി ഏറ്റുവാങ്ങിയ പോലെ ഇപ്പൊ പ്രേമിയുടെ
ഒരാവശ്യം ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതല്ല. ഞാൻ മര്യാദക്ക് ഇവിടെ നിൽക്കായിരുന്നില്ല. ഈ ഇങ്കി പിങ്കി പോങ്കി ഇപ്പൊ ഇവിടെ കുത്തേണ്ട കാര്യമുണ്ട് പിങ്കി പിങ്കി പോങ്കി ബാക്കി പാട്. വേണ്ട. പോങ്കി ആയപ്പോ തന്നെ അവൾക്ക് ഇതാണ് സ്ഥിതി. ആ ശരി, ഞാൻ ഡോങ്കി ബാക്കി പാടുന്നു. വേണ്ട, സമ്മതിക്കില്ല, പാടില്ല. പക്ഷെ ഗുരുതരമായിട്ടുള്ള ഒരു കുഴപ്പം അതിനകത്ത് കാണിച്ചു. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുട്ടികളെയും കൊണ്ട് പോയിട്ട് 2 കുട്ടികളെ പുറത്ത് നിർത്തി. ആ എന്നിട്ട് അകത്ത് കയറി ഡോറെല്ലാം ലോക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് തിരിച്ചു വരുമ്പോ പിള്ളേരെ കണ്ടില്ല എന്ത് ചെയ്തേനെ? പിള്ളേര് കണ്ടില്ല എന്ത് ചെയ്തേനെ? ആ നല്ല അച്ചടക്കമുള്ള പിള്ളേരാ എന്റേത്. പറഞ്ഞൊക്കെ കൊടുത്തിരിക്കും ഇവിടെ തന്നെ നിക്കണം എന്ന്. പിന്നെ അവർ അവിടെ നിന്ന് ഒരടി അങ്ങോട്ട് വെക്കില്ല ഞാൻ പറയാണ്ട്. പേടിച്ചു എന്തോ അല്ല റീന വർക്കിച്ചിന് എന്തോ പറയാനുണ്ട്. ഓക്കെ രസം വരുമ്പോ അകത്തേക്കാൻ അതാണ് അതിനകത്ത് ഇട്ടിട്ട് ഡോറ് പൂട്ടിയിടണം. ഈ പിള്ളേരെ കൊണ്ട് അകത്ത് കയറി കഴിഞ്ഞാലില്ലേ എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റില്ല. അവരെ പുറത്ത് നിർത്തി എന്നിട്ട് ആ കഥ കടത്തി നോക്കിയ ഡ്രസ് മാറി കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യാവല്ല. അങ്ങനെ ചെയ്യാറുന്നല്ലോ. ചെയ്ത് തെറ്റായി പോയി എന്നാണ് പറയുന്നത്. കാരണം ഇവര് ആകെപ്പാടെ ഇവർക്കൊന്നും വാങ്ങിച്ചും കൊടുത്തില്ല, വെള്ളം പോലും കൊടുക്കാതെ നിർത്തിയിട്ട് ഡ്രസ് എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇറങ്ങി എങ്ങനെയുണ്ട് അൽസാബിത്തിന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണണമായിരുന്നു. അത് കീറാൻ പോയത് അവന്റെ ദേഷ്യം കൊണ്ട് അവൻ കീറാൻ പോയതാ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത നമ്മുടെ ഈ റീന ചേച്ചിക്ക് നമ്മളൊരു ശിക്ഷ കൊടുക്കുക. ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ടാസ്ക് കൊടുക്കാം. എന്റെ അമ്മേ, റീന ചേച്ചി നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നില്ല, പെണ്ണുങ്ങൾക്കുള്ള. പറയട്ടെ, ഇല്ല ഞങ്ങൾ ഇവിടെ കണ്ടില്ലല്ലോ, ഞങ്ങൾ കണ്ട കാര്യം ഞങ്ങള് കണ്ടില്ല. അപ്പോ അങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. അതും പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സാണ് റീന ചേച്ചി വാങ്ങിച്ചിട്ടത്. അതെ. കൂടെയുള്ള 2 ആൺകുട്ടികളാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ തരാൻ പോകുന്ന ടാസ്ക് വേറൊന്നുമില്ല. ഇവരിൽ 2 പേരിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ആ ആളെ പെൺകുട്ടിയാക്കുക, ഒരുക്കണം, പെൺകുട്ടിയായിട്ട് ഒരുക്കണം. ഡ്രസ് ചെയ്ത് സിമ്പിളല്ലേ? അത്രേ ഉള്ളൂ. 5 മിനിറ്റ് ടാസ്ക് 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് ഡ്രസ്സൊക്കെ വരും. ആ കണ്ണൊന്ന് അടച്ചു പക്ഷെ വേറെ കാര്യമുള്ളത്, ഓക്കെ പ്രേമി ഇവിടെ 2 കുട്ടികളുണ്ട്. 2 കുട്ടികളുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ടോസ് അല്ല, നറുക്കിടാം. ആ ശരി, പേരെഴുതി നറുക്കിടുന്നു. അത് നമ്മുടെ വർക്കിച്ചൻ എടുക്കും. ഓക്കെ വർക്കിച്ചൻ നോക്കി എടുത്തിട്ട് പറയും ആരാന്നുള്ളത്. ഓക്കെ ആ ആളെ വേണം പെണ്ണാക്കാൻ. ഓക്കെ, ഒന്ന് കൈയടിച്ചേ. എന്റെ കയ്യിലുള്ള ബൗളില് 2 പേരുടെ പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. ഇതെടുക്കാനായിട്ട് നമ്മുടെ വർക്കിച്ചനെ ക്ഷണിക്കുന്നു. വിളിക്കാണ്. വരിക. ഇനി ഇടക്കിടക്ക് വരാട്ടോ കുട്ടിക്കലവറയില്. അതെ, സോപ്പിട്ടൊക്കെ മതി. ഇവിടെ നമുക്ക് പണി തുടങ്ങാൻ നേരായി. ഭയങ്കര പതപ്പിക്കല്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഒക്കെ മാറ്റി കൊടുത്താലോ എന്ന് വിചാരിച്ചു. എന്തായാലും അതവിടെ നിക്കട്ടെ, നമുക്ക് ഇത് എടുക്കാനുള്ള സമയമായി. 2 എണ്ണം ഉണ്ട് ഇത്. മോനെ ഇതിൽ കൈ സൂക്ഷിച്ചിടണം. ഒരെണ്ണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം. കൈമുറിയരുത്. ഓക്കെ, താങ്ക് യു. എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യട്ടെ ചേട്ടാ? ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ പോവാണ്. വർക്കിച്ചന് വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കാൻ പറ. വായിക്കാൻ അറിയോ മോനെ? ഇല്ല. വെരി ഗുഡ്. അൽസാബിത്ത്. ഓ, അങ്ങനെ അവിടെയും ഒരു ടോസിലൂടെ വിജയം വരിച്ചിരിക്കുകയാണ്. വരൂ 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 വരൂ. നമ്മുടെ കുട്ടിക്കലവറയില് കൗതുകം നിറഞ്ഞൊരു കാഴ്ചയ്ക്ക് ഇന്ന് എല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ അൽസാബിത്തിനെ പെൺകുട്ടിയായി റീന ബഷീർ ഒരുക്കാൻ പോവുകയാണ്. നമ്മളുടെ 10 മെമ്പേഴ്സിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു അവസരം അത് റീന ചേച്ചിക്കാണ് അത് കിട്ടിയത്. അതിലെനിക്കും എൻ്റെ മെമ്പേഴ്സിനും നമ്മളുടെ എല്ലാ കൂട്ടുകാർക്കും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഒട്ടും സമയം കളയണ്ട, ഈ കൗതുകകരമായ കാഴ്ചയിലേക്ക് കടക്കാനുള്ള സമയമായി. അജേട്ടാ തുടങ്ങാം. റെഡി. അപ്പോ റീന ചേച്ചി തുടങ്ങാം. ടൈം സ്റ്റാർട്ട് നൗ. റെഡിയല്ലേ? കളറാണ്, പല പല വെറൈറ്റി. ഇതൊക്കെ കയ്യിലിടുന്ന തന്നെയാണോ? അറിയാവോ? തലയിടുന്ന മാത്രം മനസ്സിലായി. തല തിരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോച്ചിന്റെ കണ്ണൊക്കെ ഉണ്ട് കേട്ടോ, അത് കുത്തി പൊട്ടിക്കാതെ. എവിടെ?
കണ്ണെഴുതണം, പൊട്ടുകൊടണം. കൺവെൻഷൻ അത് തുറക്കാൻ പോലും അറിയത്തില്ല. മിണ്ടാണ്ടിരിക്കുന്നീ അവിടെ. മുഴുവൻ കളഞ്ഞു. 10 മിനിറ്റ് മുമ്പ് ബീന ചേച്ചിക്ക് മേക്കപ്പിനെ പറ്റി ക്ലാസ് കൊടുത്ത ആളാണ് ഇവിടെ ഇരിക്കുന്നത്. മിണ്ടല്ലേ മിണ്ടല്ലേ. ആ മിണ്ടുന്നില്ല. അടി കണ്ണെഴുതും പോലെ തെറ്റിയൊന്നും വിടായി. കണ്ണെഴുതാൻ പോവാണ് റീന ചേച്ചി. ആ കൺമഷിയൊക്കെ കയ്യിലാണ്. കൺമഷിയാണ്, ലിപ്സ്റ്റിക് അല്ലേ? കണ്ണു കാണിച്ച് തുറന്നു പിടിച്ചോ. റെഡിയായല്ലോ. പിന്നെ 5 മിനിറ്റ് ഒന്നും വേണ്ട. സിമ്പിൾ അല്ലേ? ഒന്ന് നേരെ നിന്ന് കാണട്ടെ. അതെ, സ്റ്റൈലില് നിക്ക് ഇങ്ങനെ. പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുക, പെണ്ണുങ്ങൾ നാണിച്ചൊക്കെ നിൽക്കുള്ളൂ. ദേ കാലിങ്ങനെ വെച്ചിട്ട് നിക്ക്. എങ്ങനെ നാണിച്ചിരിക്കണേ? അയ്യോടാ. ഈ ഇതിട്ടിട്ട് ഈ ഇപ്പൊ എന്തായാലും പെൺകുട്ടിയായല്ലോ, ഈ ഫാഷൻ ഷോയിലൊക്കെ നടന്നു വരത്തില്ല എന്ന് പറഞ്ഞോളൂ. നടന്നു വന്നു. എന്നെ ഒരു ടിഷ്യൂ. റീന കലക്കി കേട്ടോ. അല്ലേ പെട്ടെന്ന് ചെയ്തില്ലേ നമ്മള്? അല്ല പിന്നെ ഇതിപ്പോ നമ്മള് എന്താ അയ്യോ അതൊന്നും പൊക്കല്ലേ. എടാ നമ്മള് ലേഡി വേഷത്തിൽ നിൽക്കുമ്പോ അതിൻ്റെതായ ഇത് വേട്ടെ. ആ പിന്നെ അങ്ങനെ വേണം. അപ്പൊ എന്തായാലും ഉള്ള സമയം കൊണ്ട് ഗംഭീരമായിട്ട് തന്നെ ഉള്ളത് വെച്ച് ഓണം പോലെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. റീനയ്ക്ക് അഭിനന്ദനങ്ങൾ. എനിക്ക് ബീന ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ബീന ചേച്ചി നമ്മുടെ അൽസാബിദിനെ പെൺകുട്ടിയായിട്ട് റീന ചേച്ചി ഒരുക്കിയത് കണ്ടല്ലോ. ഇതില് എനിക്ക് ബീന ചേച്ചിയുടെ അഭിപ്രായം വളരെ വാല്യുബിൾ ആണ്. കാരണം എന്താ വെച്ചാല് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടതാണ്, മേക്കപ്പ് എന്താണെന്ന് പഠിപ്പിച്ചു തന്ന ഒരാളാണ് ഈ നിൽക്കുന്നത്. ഈ ആള് മേക്കപ്പ് ചെയ്തൊരു കുട്ടിയാണ് ഈ നിൽക്കുന്നത്. ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനായിട്ട് അത് ബീന ചേച്ചിക്കേ പറ്റുള്ളൂ. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ റീന എനിക്കിന്ന് പറയുകയും ചെയ്തു. പിന്നെ യൂട്യൂബിൽ നോക്കി പഠിക്കാനും പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്ക് തോന്നുന്നു റീന ചേച്ചി എന്നോട് പറഞ്ഞു അവളുടെ മേക്കപ്പ് കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞു ഞാൻ മേക്കപ്പ് ചെയ്യുന്നതും ലിപ്പ് വരയ്ക്കുന്നതും ഐബ്രോസ് ചെയ്യുന്നതും കണ്ണെഴുതുന്നതൊക്കെ നീ നോക്കി പഠിക്കണം. എന്നോട് യൂട്യൂബിൽ എന്തടിച്ചു കൊടുത്താൽ അത് കാണാൻ പറ്റുന്ന അല്ല ഇത് കാണാൻ പറ്റുന്നു പ്രത്യേകിച്ച് ഇത് എന്റെ അജയനെ അറിഞ്ഞൂടെ? ഇതൊക്കെ വെറുതെ ഓരോ നമ്പർ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക. ഈ ചെറിയ സമയത്തിനുള്ളിൽ ഈ ചെറിയ സാധനങ്ങൾ കൊണ്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് നമ്മുടെ വളരെ നല്ല സുന്ദരിയാക്കി നിർത്തി. അൽസുമോളെ എന്തോ റീനാന്റെ ഒരുക്കിയതില് എന്തൊക്കെയാണ് ഇഷ്ടായത്? എല്ലാം ഇഷ്ടമായി. അതൊന്നും മേടിച്ചൊന്നും തരാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു സംഭവം എന്താ, അത്ഭുതം എന്താന്ന് വെച്ച് ഞാൻ അൽസാബിത്ത് അറിഞ്ഞിട്ടില്ല അൽസാബിത്തിന്റെ രൂപം എന്താ. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒരു കണ്ണാടി ഒന്നുകൊണ്ട് കാണിച്ചു കൊടുത്താ. കണ്ണാടി ഒരു കണ്ണാടി വേണോ? കണ്ണാടി നന്നായ കണ്ണാടി വേണ്ട. കണ്ണാടി നോക്കിയിട്ട് പറയണം. കണ്ണാടി നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒന്ന് കണ്ടു നോക്കി. നല്ല ഭംഗിയുണ്ടല്ലോ. പൊട്ടൊക്കെ തൊട്ട് കണ്ണെഴുതി പുരികമൊക്കെ വരച്ച് മാലയിട്ട് വളയിട്ട് ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് നല്ല സുന്ദരി മോളായിട്ടുണ്ട്. ഇനിയേ എനിക്ക് ഒരേ കുറവേ ഉള്ളൂ. ലിപ്സ്റ്റിക് വിട്ട് ഇവിടെ ഇല്ലായിരുന്നു, എങ്കിൽ ഞാൻ ഇട്ടു തന്നേനോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ മേക്കപ്പിനെ പറ്റി എന്താണ് അൽസാബിത്തിന്റെ അഭിപ്രായം? കൊള്ളാം അല്ലേ? കൊള്ളാം. ഇപ്പൊ ഉമ്മക്ക് സന്തോഷായിട്ടുണ്ടാവും അല്ലേ? ഒരു മോനല്ലേ, ഇപ്പൊ ഒരു മോളെയും കൂടെ കിട്ടിയല്ലോ. ഉമ്മയോടൊന്ന് ചോദിച്ചേ എങ്ങനെയുണ്ടെന്ന്. അമ്മ എങ്ങനെയുണ്ട്? അസൽ പെണ്ണ് തന്നെ എല്ലാരും ചിരിച്ചിട്ട് ചുമ്മാ അങ്ങ് പറയുക. എങ്ങനെയുണ്ട് അൽസുവിനെ കാണാൻ? കൊള്ളാം, അടിപൊളി. മോനാണോ മോളാണോ സുന്ദരി? മോള് തന്നെ സുന്ദരി. വർക്കിച്ചൻ എന്തേലും പറയാനുണ്ടോ? എങ്ങനെയുണ്ട് അൽസാബിത്തെ ഒരുക്കിയത്? സൂപ്പർ ആയിട്ട്. അപ്പൊ സൗന്ദര്യബോധമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ അൽസു വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു പെൺവേഷത്തിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്.
കേട്ടോ റിൻ ചേച്ചി ഇനിയും കൂടുതൽ കൂടുതൽ സൗന്ദര്യം എങ്ങനെ ഉണ്ടാക്കാവുന്ന മേക്കപ്പിന്റെ മേഖലകളിലേക്ക് യൂട്യൂബിൽ കണ്ടു പഠിക്കാം എല്ലാവർക്കും. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇന്ന് കിട്ടി നമുക്ക്. താങ്ക് യു റിൻ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ടാസ്ക് ഫ്രൈഡ് ചീസ് ബോൾ വിത്ത് സ്ട്രോബെറി ജാമാണ്. അത് ഞാൻ കഴിച്ചിട്ടും കേട്ടിട്ടൊന്നുമില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. സ്ട്രോബെറി ജാം മറ്റൊരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോണേ. അതിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ എൻ്റെ വായിലോട്ടൊന്നും കിട്ടുന്ന പോലെ ഇല്ല. എനിക്ക് തോന്നുന്നു ചീസ് ബോൾസ് ഫ്രൈ ചെയ്യുമായിരിക്കും തോന്നേ. എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചീസ് എടുത്ത് ഉരുളയാക്കണം, എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ജാം ഒഴിക്കണം, എന്നിട്ട് അതിനകത്ത് മറക്കണം, എന്നിട്ട് എടുക്കണം അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നുകൂടെ ജാം എടുത്ത് തിന്നാൽ മതി. ഓക്കെ, ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചീസ് ബോൾസ് വിത്ത് സ്ട്രോബെറി ജാമാണ്. ചീസ് കണ്ട ഞാൻ അമ്മിലിട്ടോണ്ട് തീർക്കുന്ന ആളാണ്. സ്ട്രോബെറി വെറുതെ കിട്ടാൻ കഴിച്ചു തീർക്കും, പക്ഷെ ജാം അത്ര ഇഷ്ടമല്ല. എന്നാലും ഞങ്ങൾ ഇപ്രാവശ്യം നന്നായി ഉണ്ടാക്കും. ഫസ്റ്റ് വാങ്ങിക്കുന്ന ഉറപ്പോടെയാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ നല്ല ചീസൊക്കെ പുരട്ടി നല്ല ടേസ്റ്റ് ആക്കണം. അതിൻ്റെ പേരെ ജാമൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്യണം. ദിയ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനും ആഷിനെ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞങ്ങൾ തന്നെ ഇന്നത്തെ ഫസ്റ്റ് മേടിക്കും. ഫ്രൈഡ് ചീസ് വിത്ത് സ്ട്രോബെറി ജാം. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ വീട്ടിൽ ചീസൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കാറുണ്ട്. എനിക്ക് ചീസ് എന്ന് വെച്ചാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ടേസ്റ്റും ആ മിൽക്കിൻ്റെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോലെ ഇരിക്കണത് കണ്ട് എന്താ എടാ, ചീസ് എന്ന് വെച്ചാൽ വെണ്ണയാ. വെണ്ണ എടുത്ത് കട്ടിയാക്കി ഈ രൂപത്തിലാക്കുന്ന ഇഷ്ടമല്ലോ കുറിച്ച് പക്ഷെ കുറവായി. എന്തുവാടോ ഞാൻ ചെയ്തോട്ടെ പ്ലീസ്. നിന്റെ കയ്യിലാവൂടാ. കയ്യിലായെങ്കിൽ എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനത് ഓരോന്നും എടുക്കുമ്പോൾ നീ അടുത്തടുത്ത് ചീസ് എടുത്ത് വെക്കട്ടോ. എൻ്റെ അടുത്ത് ടുഡൂന്ന് പറയാനല്ല പറഞ്ഞേ. സൂപ്പർ ഡ്യൂപ്പർ. അനങ്ങാതെ നിൽക്കുക. നിന്റെ അടുത്ത് ഇതിൽ മുട്ട മാത്രം ചീസ് മാത്രം വെക്കാനല്ലേ പറഞ്ഞോളൂ. കോൺസെൻട്രേഷൻകാരൻ നീ ഇടല്ലേ വെയിറ്റ്. കോൺസെൻട്രേഷൻകാരൻ എൻ്റെ പുതിയ ശശി. എൻ്റെ പേരെന്താണെന്ന് അറിയാം? ആ ഞാൻ പറയാം. ഫ്രൈഡ് ചിക്കൻ ആയോ? ഫ്രൈഡ് ചിക്കൻ അയ്യോ ഞാൻ പറയാം. ഫ്രൈഡ് ചീസ് ബോൾസ് വിത്ത് സ്ട്രോബെറി ജാം. ഇതിൻ്റെ പേരാ? അതെ, അതിൻ്റെ പേര് ചീസ്. നന്നായിട്ട് പൊടിക്കണം.
കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പിള്ളമ്പൊത്തനും വീഴല്ലോ വീണ ഞാൻ നിനക്കൊരു വീട്ടിൽ ചെല്ലുമ്പോ നല്ലൊരു തരും ആരെങ്കിലും കുട്ടിക്കോ മതി മതി ഉപകാരമുണ്ടോ? അതുമില്ല. ഇയാൾക്ക് എന്നാ ഡയലോഗ് അടിക്കാൻ സമയമുള്ളൂ. ചീസിനോട് ഭയങ്കര താല്പര്യം. ഞാനാട്ടാ ചീസ് കട്ടിങ്ങനെ അല്ല ചീസ് മുക്കുന്നത്. ഞാൻ അത് സമ്മതിച്ചല്ലോ, എന്നെ കൂടി ഇനി ചെയ്യല്ലോ. നീ കുഞ്ഞു മാറി നിൽക്ക. ഇനി ഏട്ടനടക്കെ കാണിച്ചു കേട്ടോ. രണ്ടാമത്തെ മുട്ടി ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞങ്ങൾ തോക്കുന്നു തോന്നുന്നു. അപ്പൊ ടേസ്റ്റ് ഉണ്ടാവോ മുട്ട പറഞ്ഞു? ഇതെന്താ ചിക്കൻ ഉണ്ടാക്കും പോലെ? പിന്നെ ചിക്കൻ ഒന്നല്ല. നമ്മൾ ആദ്യം ഈ ചീസ് എടുത്ത് ഇങ്ങനെ ബോളാക്കണം. ബോളാക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു എഗ്ഗില് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ഉരുട്ടണം. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മളിത് എണ്ണയിലേക്ക് വറക്കണം. ഞാൻ എണ്ണ ഇപ്പൊ ചൂടാക്കി വെച്ചേക്കാണ്. ഇത് ചൂടായി. അപ്പൊ ഞാൻ ഇത് അതിൻ്റെ അകത്തേക്ക് ഇടണം. കൈ വെള്ളമെന്ന് ചെറിയ പേടിയും കൂടി എനിക്കുണ്ട്. കൈ വെള്ളാതെ തന്നെ മതിയായിരുന്നു. അല്ല ഞാൻ ഇച്ചിരി ഇട്ടോട്ടെ. എനിക്കിടാൻ പറ്റൂല. എനിക്കിടാൻ പ്രായമായിട്ടില്ലേ? ഇല്ല. പിന്നെന്താ ഞാൻ കുക്ക് ചെയ്യണേ? ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും ട്രൈ ചെയ്യുന്ന ഡിഷാ. പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണമെങ്കിൽ ഈ സൈഡ് പിള്ളേർ സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നല്ല ഡിഷാണ്. ഹായ് ഇബി, ഇത് തിന്നോട്ടെ. വേണ്ട, പ്ലേറ്റിലാക്ക്. എന്തൊരു നേരായി കരിച്ചളയൊന്നും തോന്നണ. നീ കാണത്തില്ലേ ബജിയൊക്കെ എടുക്കുന്നേ? ഒന്നവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇടും. ഇതിൽ എണ്ണ മനുഷ്യന്റെ ദേഹത്ത് ഇറക്കും. വേഗം ഒന്ന് സ്പീഡിൽ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ബട്ടർ. നിനക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. നീ കൊച്ചു കുട്ടിയാണ്. കൊച്ചു കുട്ടി.
പാചകം എന്ന് പറഞ്ഞാൽ നീയൊക്കെ ഇങ്ങനെ തൊഴുത് നിൽക്കും. നീ ചെയ്തത് മതി, നീ മൊത്തം കോളാക്കും. സോറി പ്ലീസ്. അവിയലിന്റെ പരുവത്തി ഇരുപ്പുണ്ട്. ഇനി നീ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അയ്യോ വെള്ളം കിട്ടാൻ പോകുന്നു ആർക്കറിയാം. അയ്യോ എനിക്ക് പേടിയാണ്. ഫ്രൈഡ് ചീസ് ബോൾസ് വിത്ത് സ്ട്രോബെറി ജാം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഹേയ്, ഇന്നത്തെ കുട്ടിപ്പാചകത്തിലെ വിജയികൾ ആരാണെന്നറിയണ്ടേ? ഫ്രൈഡ് ചീസ് ബോൾ വിത്ത് സ്ട്രോബെറി ജാം ഏറ്റവും നന്നായി ഉണ്ടാക്കിയിരിക്കുന്നത് അൽസാബിത്തും ആൻഡോയുമാണ്. പുലിമടയിലേക്ക് ഒറ്റയ്ക്ക് വന്ന് കയറിയിരിക്കുകയാണ് നമ്മുടെ പാവം വർക്കിച്ചൻ. നമുക്ക് പോയി ചെന്നു. എന്റെ പേര് അഭിനന്ദൻ. എന്റെ പേര് കൃഷ്ണമൂർത്തി. എന്റെ പേര് വർക്കിച്ചൻ. അല്ല വർക്കിച്ചൻ. വർക്കിച്ചനോ? വർക്കിച്ചൻ. വർക്കിച്ചൻ. അഭിനന്ദും കൃഷ്ണമൂർത്തിയും വർക്കിച്ചനെ നന്നായൊന്ന് റാഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാ ചോദ്യത്തിനെയും പുഞ്ചിരി നിറഞ്ഞ മറുപടിയിലൂടെ വർക്കിച്ചൻ ഒതുക്കി. അങ്ങനെ വർക്കിച്ചനെയും കുട്ടിക്കലവറയിലെ ഒരു അംഗമാക്കാൻ അഭിനന്ദും കൃഷ്ണമൂർത്തിയും തീരുമാനിച്ചു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാ? സെയിന്റ് അലോഷ്യസ് ഗവൺമെന്റ് എസ് സ്കൂൾ. എന്താ? സെയിന്റ് അലോഷ്യസ് ഗവൺമെന്റ് എസ് സ്കൂൾ. ഒരുമിച്ച് കൈപിടിച്ച് കറങ്ങിയും പാട്ടുപാടിയും അവർ ഒന്നായി മാറി. കുട്ടിക്കലവറ ഇങ്ങനെയാണ്. ഇവിടേക്ക് വരുന്നവരെല്ലാം ഇവരുടെ സ്വന്തമാണ്. ചിരിയുടെയും കളിയുടെയും അമിട്ടുകൾ പൊട്ടിക്കാൻ കുട്ടിപ്പട്ടാളം നാളെയും എത്തുന്നുണ്ട്.